ഹായ്. സൺഡേ ആയിട്ട് രാവിലെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാമോ? വേറെ ഒന്നുമല്ല, അമ്പലപ്പുഴ അമ്പലത്തിൽ പോവാണേ. അപ്പം കുറേ നാളായിട്ട് നമ്മുടെ ആഗ്രഹമായിരുന്നു പോകണമെന്ന്. ആദ്യമായിട്ടാണ് പോകുന്നത് ഞങ്ങളെല്ലാവരും. സൈഷേട്ടൻ നേരത്തെ പോയിട്ടൊന്നും അറിയില്ല. ചേച്ചിയും ഞാനും മജുവേട്ടനും ഒക്കെ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ 4 പേരും പിള്ളേരുമായിരുന്നു അമ്പലപ്പുഴ പോകാനേ. പിന്നെ മമ്മിയും പപ്പായും ഒന്നും വന്നില്ല. അപ്പം എൻ്റെ ഈ മാല അറിയാം, കഴിഞ്ഞ വിഷു ബ്ലോഗിന് വാങ്ങിച്ചതാണേ. അപ്പം ഞങ്ങൾ ചക്കുളത്തുകാവ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആവാനേ പോയത്. അപ്പം അവിടെ കയറിയില്ല, നമ്മൾ നേരെ അങ്ങ് അമ്പലപ്പുഴയിലോട്ടാണ് പോയത് കേട്ടോ. അവിടെയും തിരക്കായിരുന്നു എന്ന് തോന്നുന്നു, വണ്ടിയൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ പതുക്കെ അമ്പലത്തിൽ ചെന്നൊരു രാവിലെ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ. ഇച്ചിരി നേരത്തെ അങ്ങ് പോയാൽ സൺഡേ ആയ കാരണം നല്ല തിരക്കായിരിക്കുമല്ലോ അമ്പലങ്ങളിലൊക്കെ. അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ പതുക്കെ ഇങ്ങനെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നലെ പെയ്ത മഴയുടെയാണെന്ന് തോന്നുന്നു നല്ല ചള്ള അവിടെ എല്ലാം കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കാർ പാർക്ക് ചെയ്യുന്ന കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് നടക്കണമായിരുന്നു അമ്പലത്തിൽ. നമ്മൾ ഗുരുവായൂർ ചെല്ലുന്ന ഒരു ഫീലാണ് അവിടെ ഇങ്ങനെ നമ്മൾ കയറി ചെല്ലുമ്പോഴൊക്കെ കേട്ടോ. അപ്പോൾ ഞാനും മജുവേട്ടനും പുറകെ നടന്ന്, ചേച്ചിയും പിള്ളേരും കൂടെ ഫ്രണ്ടിൽ നടന്നേ. ഇവിടുന്ന് നടന്നപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല തിരക്ക് ഫീൽ ചെയ്തായിരുന്നേ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പോകുന്ന അമ്പലമല്ലേ, അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കുമായിരുന്നു എന്തൊക്കെയാണ് അവിടുത്തെ വഴിപാടൊക്കെയാണ്. ഈ വെണ്ണയും ഈ താമരപ്പൂവും കൃഷ്ണൻ ഇഷ്ടമുള്ള എല്ലാ സാധനവും ഉണ്ട് ഒരു താലത്തിൽ. തുളസിപ്പൂ, അപ്പോൾ നമുക്ക് ഓരോരോ ഇതായിട്ട് നമുക്ക് വാങ്ങിക്കാം. വേണമെങ്കിൽ ഈ കദളിപ്പഴം തന്നെയായിട്ട് വാങ്ങിക്കാം. ഞാനും ചേച്ചിയും താമരപ്പൂവും കദളിപ്പഴവും ഈ വെണ്ണയുടെ കുടം എല്ലാം കൂടെ ഉള്ള അതാണ് കണ്ണിന് നിവേദിക്കാനെ കൊണ്ട് വാങ്ങിച്ചു. അവിടെ ചെല്ലുന്ന എല്ലാവരും ഇങ്ങനെ വെറും കൈ കൂടി ചെല്ലുന്ന ഇങ്ങനെ ഐതിഹ്യമുണ്ട് കേട്ടോ. കണ്ണിന് ഇഷ്ടമുള്ള ഒക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്നേ. ഈ ഒരു താളത്തിന് എനിക്ക് 150 തോന്നുന്നു. അത്രയും ഓർക്കുന്നില്ല, അത്രയാണ് അതിൻ്റെ ഒരു റേറ്റ്. അപ്പോൾ ഞങ്ങൾ താലമൊക്കെ വാങ്ങിച്ചിട്ട് അകത്ത് കയറി. അപ്പോൾ അതിന് താലം വെളിയിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിലും നമ്മൾ അതിന് വേണ്ട റെസിപ്റ്റ് അകത്തുനിന്ന് എടുക്കണം കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, കയറി ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു, കയറി തൊഴുതിട്ടൊക്കെ ഇറങ്ങിയേ. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കുളമുണ്ട്. അപ്പം അവിടെ നിന്ന് കാണാൻ നല്ല രസമാണ്. അവിടെ ഒരു ചെറിയ പണ്ടത്തെ ഒരു പുര പോലുണ്ട് കേട്ടോ, കുളപ്പുര പോലെ ഇങ്ങനെ പണിത് വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ നല്ലൊരു വ്യൂ ആയിരുന്നേ. അവിടെയൊക്കെ കയറാൻ കുറേ നേരം കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് അവിടെ ഇരുന്നോണ്ടേ. അപ്പോൾ അവിടെ അതിനകത്ത് ഇരിക്കാനും നല്ല തണുപ്പാണ് കേട്ടോ, നല്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു, വീഡിയോസൊക്കെ എടുത്ത് കുളത്തിൻ്റെയും പിന്നെ എൻ്റെ കുറേ വീഡിയോസൊക്കെ എടുത്തേ. അതാണെങ്കിൽ ഒത്തിരി പേർക്ക് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്തെ സൈഡിലും ഉണ്ട്. അങ്ങനെ ഞാനും കുറേ വീഡിയോസൊക്കെ എടുത്തു. അപ്പം ഞാനും മജുവേട്ടനോട് പറഞ്ഞു അപ്പുറം കുളത്തിലൊന്ന് ഇറങ്ങി അവിടുന്ന് ഒരു വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മജുവേട്ടൻ എൻ്റെ വീഡിയോ എടുത്ത് തരുവാണേ. അത്യാവശ്യം ആഴമുള്ളൊരു കുളമാണ്. നമ്മൾ അധികം ഇറങ്ങിയില്ല, അങ്ങോട്ട് സ്റ്റെപ്പിനോടെ ഒന്ന് കാലം നനച്ചിട്ട് ഇങ്ങനെ കയറി വന്നു കേട്ടോ. അപ്പം ചെറിയൊരു വീഡിയോ ആയിട്ട് അത് എടുത്തു. പിന്നെ ഇപ്പുറത്തെ സൈഡ് കുളം പറ്റി കിടക്കുവാന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പുറത്തെ സൈഡിൽ വലിയ വെള്ളമൊന്നും ഇല്ലായിരുന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ടെ. അപ്പോൾ ഞാനും മജുവേട്ടനൊരു വീഡിയോ എടുക്കാൻ നോക്കുവാണ്, അതിൻ്റെ ആയി കാണുന്നത് കേട്ടോ. 2-3 ടേക്ക് എടുത്തു, അത് ശരിയായൊന്നും ഇല്ലായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ ഒരുവിധം ശരിയാക്കി എടുത്തു. അങ്ങനെ ഞങ്ങൾ 2 വീഡിയോസ് ഫോട്ടോസൊക്കെ കുറച്ച് നേരം അവിടെ നിന്ന് എടുത്തു കേട്ടോ. അപ്പോൾ ചേച്ചിയും പിള്ളേരും സൈഷേട്ടനും കൂടെ അവിടെ ആ കുളത്തിൻ്റെ അവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാൻ റെഡി ആവുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ രാവിലെ വന്നുകൊണ്ട് ആദ്യമൊന്നും വലിയ ഫീൽ ചെയ്തില്ല ചൂട്. അത് കഴിഞ്ഞ് നല്ലതായിട്ട് ചൂടായി തുടങ്ങി. അപ്പോൾ മിഷൂട്ടിയും വഴക്കൊക്കെ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ തിരിച്ചു പോയേക്കാം, കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ചു പോവാണേ. അപ്പം ഇറങ്ങുന്ന ആ സൈഡിൽ നമ്മൾ കയറി വന്ന ഭാഗമില്ലേ, അവിടെ നല്ല തിരക്കായിരുന്നു. വന്നപ്പോൾ അത്രയും തിരക്കില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുക, സൺഡേ അല്ലേ. അപ്പം മിഷൂട്ടിക്ക് നടക്കാൻ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ. അപ്പോൾ ഞാൻ ചേച്ചിയുടെ കയ്യെ പിടിച്ചിട്ട് മിഷൂട്ടി നടത്തുവാണ്. അപ്പോൾ ഭയങ്കര ഇഷ്ടം. അവൾ അമ്പലത്തിൻ്റെ ആ തുടങ്ങുന്നിടം തൊട്ട് ആ ഇറങ്ങുന്നിടം വരെ നടക്കുമായിരുന്നേ. ഭയങ്കര ഇഷ്ടം. അവൾ നടന്നു തുടങ്ങുന്നതുകൊണ്ടായിരിക്കും ഇപ്പം നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ തോളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുവേ. പിന്നെ അവിടെ ഒരുപാട് കടകളുണ്ട് അപ്പുറം ഇപ്പുറമൊക്കെ. അപ്പം കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളും അതൊക്കെ കുറേ നല്ല രസമല്ലേ കാണാൻ. അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുമായിരുന്നു കേട്ടോ. നമ്മൾ ഗുരുവായൂർ ചെയ്യുന്ന അതേ ഒരു ഫീലാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ. ഗുരുവായൂർ ഞാൻ പണ്ട് പോയിട്ടുള്ളൂ. ഇനിയിപ്പം അടുത്തിനും ഗുരുവായൂർ പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കോഴഞ്ചേരി വന്നിട്ടാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ, ബൈ ബൈ, സി യു.